ഹായ് എവ്രിബഡി. കഴിഞ്ഞ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ടൈം ബികോമുകാരുടെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നവർക്കായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 5 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ट्रेन में बैठे युवाओं के बारे में कथा लेखिका के विचार अंत में बदल गए क्यों? അതായത് ട്രെയിനിൽ ഇരുന്നിരിക്കുന്ന ആ 3 യുവാക്കളെ കുറിച്ചിട്ടുള്ള ലേഖികയുടെ അഭിപ്രായം മാറുകയാണ് ചെയ്തത് എൻഡ് ആവുന്ന സമയത്ത്, സ്റ്റോറി എൻഡ് ആവുന്ന സമയത്ത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. लेखिका जयपुर से 3 युवाओं के साथ ट्रेन में अपनी बेटी के घर जा रही थी. അപ്പോൾ 3 യുവാക്കളുടെ ഒപ്പം ലേഖിക ട്രെയിനിൽ ജയ്പൂരിലേക്കാണ് പുറപ്പെടുന്നത്, അവരുടെ മകളുടെ അവിടേക്ക്. उसके लिए मिठाई खरीदने के लिए अलवार स्टेशन पर उतरती है, लेकिन मिठाई खरीद कर अपने डिब्बे तक पहुंचने के पहले ही ट्रेन की सीटी बज जाती है. അതായത് മകൾക്ക് വേണ്ടി സ്വീറ്റ്സ് വാങ്ങിക്കാനായിട്ട് അൽവാർ സ്റ്റേഷനിൽ ഇറങ്ങുകയും തിരിച്ച് കയറാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് തന്നെ ട്രെയിന് വിസിലടിക്കുകയാണ് ചെയ്യുന്നത്. और काफ़ी भीड़ होने के कारण लेखिका अपने डिब्बे तक नहीं पहुंच पाती और സ്റ്റേഷൻ पर ही गिर पड़ती है. ഒരുപാട് ക്രൗഡായിരുന്നു അൽവാർ സ്റ്റേഷനിൽ. അത് കാരണം കൊണ്ട് അവരുടെ ആ കമ്പാർട്ട്മെൻറ്റിലേക്ക് അവർക്ക് എത്താൻ പറ്റുന്നില്ല, അവർ വീണു പോവുകയാണ് ചെയ്യുന്നത് ആ സ്റ്റേഷനിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. होश आने पर लेखिका उन 3 युवाओं के साथ रेलवे की रिटायरिंग रूम में खुद को पाती है. वह जिन्हें लेखिका बिगड़ेल बच्चे समझ रही थी वे उनकी मदद के लिए सामने आते हैं. അതായത് ലേഖികയ്ക്ക് ഇങ്ങനെ വീണു പോകുന്ന സമയത്ത് കുറച്ച് നേരം ബോധം പോവുകയും അതിനുശേഷം കോൺഷ്യസ് ആവുന്ന ആ ഒരു ടൈമിൽ അവർ ഈ 3 യുവാക്കളുടെ കൂടെ റിട്ടയറിംഗ് റൂമിലാണ് അവരിയ്ക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോഴാണ് അവർക്ക് കറക്റ്റായിട്ട് തിരിച്ചറിവ് വരുന്നത് എന്നാണ് പറയുന്നത്. അതായത് ലേഖിക ഇവർ വളരെ വഷളായ കുട്ടികളാണ് എന്ന് വിചാരിച്ചിരുന്ന ആ കുട്ടികളാണ് ലേഖികയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് ആ ഒരു നിമിഷത്തിൽ. उनके डॉक्टर ने भी युवाओं की तारीफ की और कहा कि यंगस्टर्स नहीं होते तो स्थिति बिगड़ जाती. അവരുടെ ഡോക്ടറും ഈ യങ്സ്റ്റേഴ്സിനെ, ഈ യുവാ പീഡിയിലുള്ള ആൾക്കാരെ, യങ് ആയിട്ടുള്ള ആൾക്കാരെ പ്രശംസിക്കുകയാണ് ചെയ്തത്. യങ്സ്റ്റേഴ്സ് ഇല്ലായിരുന്നെങ്കിൽ ഈ സിറ്റുവേഷൻ വഷളാകുമായിരുന്നു എന്നാണ് ഡോക്ടർ അടക്കം പറഞ്ഞത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. लोग जो बातें तो बड़ी करते हैं पर कुछ करने का वक्त आने पर मूक दर्शक बन जाते हैं, उनसे कई बेहतर है യുവാ പീഡി. ऐसा लेखिका को अपने अनुभव से पता चलता है. അതായത് പല ആൾക്കാരും ഒരുപാട് വലിയ വലിയ വർത്തമാനങ്ങൾ പറയുമെങ്കിലും എന്തെങ്കിലും ചെയ്യേണ്ട ഒരു ടൈമിൽ അവർ പിന്നോട്ട് വരികയാണ് ചെയ്യുന്നത്, സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ എത്രയോ നല്ലവരായിട്ടാണ് ഈ യുവാ പീഡിയിലെ ആൾക്കാരെ എന്ന് ലേഖിക തിരിച്ചറിയുന്നുണ്ട്. ആ ഒരു ടൈമിൽ എക്സ്പീരിയൻസിലൂടെ അവരത് തിരിച്ചറിയുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ യുവാ പീഡിയിലെ ആൾക്കാർ, യങ് ജനറേഷനിലെ ആൾക്കാരെ കുറിച്ചിട്ടുള്ള ലേഖികയുടെ ആറ്റിറ്റ്യൂഡേ മാറുകയാണ് എന്നാണ് ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ലേഖക് സുധീഷ് പച്ചോരി ക്യൂ കഹത്തെ ഹെ കി സൗന്ദര്യശാസ്ത്ര കാ ആധാർ ത്വച്ച ഹെ. ലേഖക് എന്തുകൊണ്ടാണ് സൗന്ദര്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം തന്നെ സ്കിന്നായി മാറിപ്പോയി എന്ന് പറയുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ സ്ത്രീ जो एक त्वचा है में लेखक सुधीश पचौरी जी ने समाज में बढ़ रहे बाजार तंत्र के बारे में बताया है. ഇപ്പോൾ ഈ ഒരു സ്ത്രീ जो एक त्वचा है എന്ന ആ ലെസണിൽ ലേഖക് പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റിംഗ് टैक्टिक्सने കുറിച്ചിട്ടാണ്. और स्त्री के भाव सौंदर्य को चिंतन भी न करते हुए सौंदर्य शास्त्र में उसकी त्वचा का ആധാർ ബനാക്കർ रख दिया है. അതായത് സ്ത്രീക്ക് ഒരു ഭാവ സൗന്ദര്യമുണ്ട്, ഭാവനയുണ്ട്, സ്കിന്നിനപ്പുറവും സ്ത്രീ ഉണ്ട് എന്ന ഒരു ചിന്ത പോലും ഇല്ലാതെയാണ് സ്കിൻ മാത്രം എന്ന രീതിയിൽ സ്ത്രീയെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഈ സൗന്ദര്യശാസ്ത്രത്തിൽ എന്നാണ് ആ വാക്യങ്ങളുടെ അർത്ഥം. വിജ്ഞാപനോ മേ സീരിയൽ മേ സ്ത്രീ കോ സിർഫ് ത്വച്ച കെ രൂപ മേ ദിഖായ ജാ രഹാ ഹൈ. വിജ്ഞാപൻ അതായത് ആഡുകളിൽ, സീരിയലുകളിൽ സ്ത്രീയെ ഒരു സ്കിൻ എന്ന രീതിയിൽ ആണ് കാണിക്കുന്നത്. അതായത് ദേഹസൗന്ദര്യം മാത്രമാണ് സ്ത്രീയുടെ കാണിക്കുന്നത്. ഒരു വസ്തുവായിട്ടുള്ള രീതിയിൽ, അതായത് ഒരു ഷോക്കേസിലോ ഷോ പീസ് ആയിട്ട് നിൽക്കുന്ന ഒരു വസ്തുവായിട്ടുള്ള രീതിയിലാണ് സ്ത്രീയെ കാണിച്ചിരിക്കുന്നത്. എപ്പോഴും വൈറ്റ് ആയിട്ടുള്ള നിറത്തിൽ, എപ്പോഴും എനർജറ്റിക് ആയിട്ട് ഫ്രഷ് ആയിട്ടിരിക്കുന്ന സ്ത്രീയുടെ ഒരു ഛവിയാണ് ഇതിലെപ്പോഴും കാണിക്കുന്നത് എന്നാണ് ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും വെളുത്ത നിറത്തിൽ എനർജറ്റിക് ആയിട്ട് ഫ്രഷ് ആയിട്ടിരിക്കുന്ന ആ ഒരു സ്ത്രീയുടെ രൂപമാണ് എല്ലാവരും വേണമെന്ന് ആഗ്രഹിക്കുന്നത്. അത് കാരണം കൊണ്ടാണ് ഇവർ ഈ കോസ്മെറ്റിക്സിൻ്റെ പിറകെ ഓടുന്നത് എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം വരുന്നത്. ഗോരെ രംഗ് മേ ദിഖ്നെ വാലി തരോ താജാ ദിഖ്നെ വാലി സ്ത്രീ കി ഛവി ഹർ കോയി ഹാസിൽ കർണ ചാഹത്താ ഹൈ और പ്രസാദൻ സാമഗ്രിയോ കെ പീछे ഭാഗ് രഹാ ഹൈ. അതുകൊണ്ടാണ് ഈ കോസ്മെറ്റിക്സിൻ്റെ പിറകെ ഓടുന്നത്. രൂപ് സൗന്ദര്യ കെ ആകെ ഭാവ് സൗന്ദര്യ കാ മഹത്വ ആജ് കെ സൗന്ദര്യ ശാസ്ത്രമേ നഹീ ഹൈ. ദേഹവാദികളായിട്ടുള്ള രീതിയിലാണ് രൂപസൗന്ദര്യമുള്ളത്.
ദേഹവാദി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഹത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള രീതിയാണ് ഇന്നത്തെ കാലത്തെ സൗന്ദര്യശാസ്ത്രത്തിൽ ഉള്ളത്. അല്ലാതെ സ്ത്രീയുടെ ഭാവനയ്ക്കോ സ്ത്രീയുടെ ചിന്താഗതിക്കോ ഒരിക്കലും ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. സ്ത്രീ കോ വിജ്ഞാപൻ ജഗത് അപ്നെ മാൽ ബേച്ച്നേക്ക് മാത്ര ഇസ്തമാൽ കർ രഹാ ഹെ. അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി മാത്രമാണ് സ്ത്രീയെ ഉപയോഗിക്കുന്നത് ആഡുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റായ ഒരു പ്രവണതയാണ് എന്നും കൂടി ലേഖക് ഇതിൽ പറയുന്നത്. ജോ ഗലത് ഹെ. गोरे रंग में दिखने वाली ग्लैमर वाली स्त्री के सौंदर्य से कितनी ही अलग है वास्तविकता वाली स्त्री, जो हमें पता है लेकिन सब एक माया जगत में है. അതായത് വെളുത്ത നിറത്തിൽ എനർജറ്റിക് ആയിട്ട് കാണപ്പെടുന്ന സ്ത്രീയേക്കാളും എത്രയോ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ശരിയായിട്ടുള്ള നമ്മൾ ദിവസേന കാണുന്ന സ്ത്രീകൾ. പക്ഷെ അതെല്ലാം എല്ലാവർക്കും അറിയാമെങ്കിലും നമ്മളൊരു മായ വേൾഡിൽ അല്ലെങ്കിൽ ഒരു സാങ്കല്പികമായിട്ടുള്ള വേൾഡിലാണ് എല്ലാവരും ജീവിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീ देह के आगे भी अस्तित्व रखती है या गरिमा रखती है, यह बाजार भूल गया है, जिसके कारण बनावटी या नकली सौंदर्य कारण हमें आकर्षक लगता है और आज के सौंदर्य शास्त्र का आधार त्वचा बन गया है. അതായത് സ്ത്രീക്ക് ദേഹം മാത്രമല്ല അസ്തിത്വമുണ്ട്, ഒരു ഡിഗ്നിറ്റി ഉണ്ട്. ഇതെല്ലാം ഇന്നത്തെ സൗന്ദര്യശാസ്ത്രം മറന്നുപോയിരിക്കുന്നു, മാർക്കറ്റ് എല്ലാം മറന്നുപോയിരിക്കുന്നു. അപ്പോൾ അത് കാരണം കൊണ്ടാണ് കൃത്രിമമായിട്ടുള്ള സൗന്ദര്യത്തിൻ്റെ പിറകെ നമ്മൾ ഓടുന്നത്. അതാണ് നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്നത്. ആ ഒരു ആറ്റിറ്റ്യൂഡ് ആണ് സ്കിന്നിനെ ബേസിക് ആയിട്ട് നിർത്തുന്ന സൗന്ദര്യശാസ്ത്രത്തിൽ ഇന്ന് ഉള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ലേഖക റസിയാസെ ക്യാ സംബന്ധ, എന്ത് ഒരു റിലേഷനായിരുന്നു ലേഖക്കും റസിയൻ തമ്മിൽ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ लेखक राम वृक्ष बेनीपुरी की रजिया नामक रेखा चित्र में रजिया जो चूड़ी हारिन है उसका व्यक्तित्व हमारे सामने रख दिया है. അതായത് ലേഖക് രാം വൃക്ഷ് ബേനിപുരി ഈ ഒരു രേഖാചിത്രത്തിലൂടെ റസിയയുടെ വ്യക്തിത്വമാണ് നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ബാലാവസ്ഥ സെ ബുഡാപ്പെ തക്ക വിവരൺ കിയാ ഹെ. ചെറിയ കുട്ടി മുതൽക്ക് വയസ്സായ റസിയ വരെ ഈ ഒരു പാഠത്തിൽ നമുക്ക് കാണാൻ പറ്റും. റസിയ അപ്നി മാ കെ സാത്ത് ലേഖക് കെ മൗസി കെ ഘർ ചൂടി ബേച്ചനെ ആത്തി थी. ലേഖക്കിൻ്റെ ചെറിയമ്മയുടെ വീട്ടിൽ അമ്മയോടൊപ്പം റസിയ വള വിൽക്കാനായിട്ടാണ് വന്നിരുന്നത്. റസിയാക്കോ ദേഖ്തേ ഹി ഉസ്കെ റൂപ് രംഗ് കെ കാരൺ ലേഖക് ഉസ്സെ ആകർഷിത് ഹോത്തെ ഹെ. അതായത് റസിയയ്ക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള സൗന്ദര്യമാണ് ഉണ്ടായിരുന്നത്. അത് കാരണം കൊണ്ട് തന്നെ അവളോട് അട്രാക്റ്റഡ് ആവുകയാണ് കാണുന്ന മാത്രയിൽ തന്നെ ലേഖക്. धीरे धीरे रजिया बड़ी होती गई और लेखक भी अपने पढ़ाई में व्यस्त हो गए. अब तो कभी कभार मुलाकात होती है तो रजिया को बातूनी और आकर्षक व्यक्तित्व की अपनी कला में निपुण वाली महिला बन गई थी. അതായത് മെല്ലെ മെല്ലെ റസിയ വലുതാവുകയും ലേഖക്കും അവരുടെ സ്റ്റഡീസിൽ വളരെ ബിസി ആവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം റസിയെ എപ്പോഴെങ്കിലാണ് കാണാൻ പറ്റുന്നത്. ആ കാണുന്ന സമയത്താണെങ്കിലോ റസിയയ്ക്ക് വലിയ മാറ്റങ്ങളാണ് ലേഖക്ക് തിരിച്ചറിയുന്നുണ്ട്. എന്താ വെച്ചാൽ റസിയ വളരെ ടോക്കറ്റീവായിട്ടുള്ള വളരെ ആകർഷകമായിട്ടുള്ള വ്യക്തിത്വമുള്ള ഒരു സ്ത്രീയായിരുന്നു. അതുപോലെ തന്നെ അവരുടെ കലയിൽ അവർ പ്രതിഭയുള്ള ഒരു സ്ത്രീയായിട്ട് ആ സമയമാകുമ്പോഴത്തേക്ക് റസിയ മാറിയിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലേഖക് अंत में रजिया से बुढ़ापे के समय मिलते हैं जहां उसकी पोती बिल्कुल उसकी छवि दिखाई पड़ती है और रजिया बीमार थी. ലേഖക് ലാസ്റ്റായിട്ട് റസിയെ കാണുന്നത് റസിയയുടെ വയസ്സാം കാലത്താണ്. അതുപോലെ തന്നെ റസിയയുടെ പേരക്കുട്ടി റസിയെ പോലെ തന്നെ ആണ് എന്ന് തോന്നുന്ന ഒരു ടൈമിലാണ് റസിയെ ലേഖക് കാണുന്നത്. റസിയ ആണെങ്കിലോ അസുഖബാധിതയായിട്ട് ഇരിക്കുകയായിരുന്നു. ठीक से देखा जाए तो रजिया का संबंध लेखक से सिर्फ एक चूड़ी हारिन का था. ശരിക്കും പറയുകയാണെങ്കിൽ റസിയ ലേഖകമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്നത് ഒരു വള വിൽക്കുന്ന ഒരു സ്ത്രീ ആയിട്ടാണ്. പക്ഷേ ലേക്കിൻ ജാതി സമ്പ്രദായ സെ ദൂർ യ സംബന്ധ് മാനവീയ സംവേദന का था ऐसा इस रेखा चित्र के माध्यम से दिखाई देता है. അതായത് ഈ ജാതി സമ്പ്രദായം മതം എന്ന ഒരു കോൺസെപ്റ്റിൽ നിന്ന് എത്രയോ അകലെയാണ് മനുഷ്യത്വം എന്ന ബന്ധം. ആ ഒരു റിലേഷനാണ് ഇവർ തമ്മിലുള്ളത് എന്നാണ് ആ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്